നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ സെൻസസ് കണക്കിലെടുപ്പ് പരിപൂർണമായി കഴിയുമ്പോൾ ഏകദേശം 30 കോടിയിലധികം വരുന്ന ജനങ്ങൾക്ക് രാജ്യത്തെ പൗരത്വം നഷ്ടപ്പെടും എന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. ജാതി സെൻസസ് അടിസ്ഥാനപ്പെടുത്തിയുള്ള കണക്കെടുപ്പ് കൂടി BJP എന്തുകൊണ്ട് സമാന്തരമായി നടത്തുന്നു എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ലക്ഷ്യം കൂടിയുണ്ട്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അർഹമായ അവകാശങ്ങൾ നൽകാതിരിക്കാനും അത് നിഷേധിക്കാനും BJP നേതൃത്വം അവർ വാശിയോടെ വൈരാഗ്യ ബുദ്ധിയോടെ പ്രവർത്തിക്കുകയാണ്. ഇപ്പോഴത്തെ സന്ദർഭത്തിൽ അധികാര തുടർച്ച വേണമെങ്കിൽ കള്ളക്കളികൾ പലതും നേടിയെടുത്താൽ മാത്രമേ നടക്കുകയുള്ളൂ. ഈ രാജ്യത്ത് BJPയെ പിന്തുണയ്ക്കുന്നവർ ഇല്ല എന്നല്ല, അവരുണ്ട്. അവർ നല്ലൊരു ശതമാനം ആളുകളുണ്ട്. എന്നാൽ അവരെക്കാളേറെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. ആ കൂടുതലുള്ള ജനവിഭാഗങ്ങളെ കണ്ടെത്തി അവരുടെ മൈനോറിറ്റി വോട്ടുകളിൽ കട്ടുണ്ടാക്കുക, അതുവഴി ഈ രാജ്യത്തെ വിഘടിപ്പിക്കാനും ഈ രാജ്യത്തിൻ്റെ സന്തുലിതാവസ്ഥയെ തകർക്കാനുമാണ് ശ്രമം. അത് പല നടപടികളിലൂടെ ശ്രമിക്കുന്നുണ്ട്. ഈ രാജ്യത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്? സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ജനറൽ മനോജ് മുകുന്ദ് നരവനെ എന്ന ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ, കരസേനാ മേധാവിയായിരുന്ന വ്യക്തി എഴുതിയതുൾപ്പെടെ പല കാര്യങ്ങളെക്കുറിച്ച് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിനകത്തും പുറത്തും വാചാലനാകുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്. രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ പ്രധാനമന്ത്രി പദം ആഗ്രഹിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതും മോഹിച്ച് ഓരോ ദിവസം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയല്ല. മറിച്ച് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കണ്ടറിഞ്ഞ കാൽനടയായി ഈ രാജ്യത്തിൻ്റെ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്ന ദിശഭേദമന്യേ രാജ്യത്തിൻ്റെ തലങ്ങും വിലങ്ങും ഓടി നടന്ന് ജനസമ്പർക്ക പരിപാടികൾ ഏകോപിപ്പിച്ച ഒരു മനുഷ്യനാണ്. വയസ്സ് 56 ആയിട്ടുള്ളൂ എന്ന് ഓർമ്മ വേണം. ഇതിനിടയിൽ അദ്ദേഹം സഞ്ചരിക്കാത്ത പ്രദേശങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം താണ്ടിയിട്ടില്ലാത്ത മേഖലകൾ കുറവാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന അവസ്ഥയാണ്. അത്രമേൽ ഈ രാജ്യത്തിൻ്റെ എല്ലാ മേഖലയിലും സർവ്വ മേഖലയിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ആധിപത്യം, ഒരു നെപ്പോട്ടിസമാണ് അദ്ദേഹത്തിന് ഈ വലിയ അലങ്കാരമായി ലഭിക്കുന്നത്. അതേസമയം മോദി അങ്ങനെയല്ലല്ലോ, അദ്ദേഹത്തിന് കുടുംബ രാഷ്ട്രീയ പാരമ്പര്യമൊന്നും ഇല്ലല്ലോ എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് BJP പറയാൻ ശ്രമിക്കുന്നത് കുടുംബവാഴ്ച എന്നാൽ അഴിമതിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. വാസ്തവത്തിൽ അമിത്ഷായുടെ മകൻ എങ്ങനെയാണ് ശതകോടികളുടെ ആസ്തിയുടെ ഉടമസ്ഥനായത്? എങ്ങനെയാണ് BJP MPമാരും അവരുടെ പ്രാദേശിക നേതാക്കളും അവരുടെയൊക്കെ ആസ്തി ശതകോടിയിലധികം ഉയർത്തുന്നത്? പല BJP MPമാരുടെ അഫിഡവിറ്റ് ഓരോ 5 വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ശതകോടികളായി ഉയരുന്നതും അതിനെക്കുറിച്ച് യാതൊരുവിധ ഉത്കണ്ഠയും ഇൻകം ടാക്സോ അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റോ ഒന്നും തന്നെ നടത്തുന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.